ഹലോ ചങ്കളെ, ഞാൻ ബാവാക്കൂരാണ്. മെയ് 8, 9, 10, 11 തീയതികളിൽ വണ്ടൂർ ഫെസ്റ്റിവലിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകന്മാരുടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ലോക മലയാളികളുടെ ഹരമായി മാറിയ നിഷ്കളങ്കനായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സലീം കൊടത്തൂരിൻ്റെ ഗാനമേള ഈ വണ്ടൂർ ഫെസ്റ്റിൽ വരുന്നത്. ഞാൻ ഏകദേശം ഒരു 15 വർഷത്തോളം ഈ ഗാനമേള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു രാത്രി, ഒരിക്കലും മറക്കാനാവാത്ത രാത്രി, ഒരിക്കലും മറക്കില്ല, അങ്ങനത്തെ രാത്രിയായിരുന്നു സലീം ഖാൻ്റെ ആ പ്രോഗ്രാം. എനിക്ക് നടക്കണമെങ്കിൽ എനിക്ക് വടി വേണം, വടി ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ പാടണമെങ്കിലും നിന്ന് പാടണമെങ്കിലും എൻ്റെ കയ്യിൽ വടി വേണം. ഈ വടി മാറ്റിയിട്ട് സലീം ഖാ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ട് സലീം ഖാൻ്റെ കൈ പിടിച്ച്, അതിന് വടിയോടെ വെക്കട്ടെ, സലീം ഖാ കൈ പിടിച്ച് പ്രോഗ്രാം കഴിയുന്നത് വരെ എൻ്റെ കൂടെ നിന്ന്, എന്താ പറയുക, ആ ഒരു മനസ്സ്, ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ. എത്രയോ ഗസ്റ്റുകളെ അടുത്ത് ഞാൻ പാടിയിട്ടുണ്ട്, എത്രയോ ഗസ്റ്റുകളെ നമ്മുടെ പ്രോഗ്രാമിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സലീം ഖാനെ നമിച്ചിരിക്കുന്നു. ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം, അതിനപ്പുറം ഞാൻ ഇഷ്ടം പറയാനല്ല, അത്ര ഇഷ്ടമായിരുന്നു. ഒന്നും കൂടി എന്താ പറയുക, നമ്മൾ കൂടുതൽ മനസ്സടുത്തു സലീം ഖാനായിട്ട്. അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് ആ പാട്ട് കഴിയുന്നവരെ തോളിൽ കൈയിടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോൾക്ക് എത്തുന്നില്ല. പിന്നെ ഞാൻ കൈ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് എനിക്ക് വടി വേണം, വടി ഉണ്ടെങ്കിൽ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ, വടി എന്തിനാ, ഞാൻ പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് പ്രോഗ്രാം കഴിയുന്നത് വരെ എന്താ പറയുക, ഞാൻ ആ ഒരു പോസ്റ്റ് ഞാൻ അതിൻ്റെ ബാക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സലീം ഖാ ഈ വീഡിയോ കാണണം. ഞാൻ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസമായിരുന്നു ഈ സലീം ഖാൻ്റെ കൂടെ പാടാൻ അവസരം കിട്ടിയ ഒരു ദിവസം. അതിന് അവസരം തന്ന നമ്മുടെ പ്രിയപ്പെട്ട വണ്ടൂരിൻ്റെ മുത്ത് നിസാമിന് 1000 നന്ദി അറിയിക്കുന്നു. 1000 പറഞ്ഞാൽ പോലെ അതുക്കും മേലെ നന്ദി അറിയിക്കുന്നു. നിസാം കാരണമാണ് ഈ വണ്ടൂർ ഫെസ്റ്റിവൽ, ഇവിടെ ഇത്രയും വലിയൊരു ഫെസ്റ്റിവൽ വണ്ടൂർക്ക് വന്നതും ഇങ്ങനെ പ്രോഗ്രാം വെച്ചതും എനിക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടിയതും നമ്മുടെ നിസാം കാരണമാണ്. അദ്ദേഹത്തിന് ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു. സലീം ഖാ, ടാറ്റ, ബൈ ബൈ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണണം. ഈ സലീം ഖാനെ വിളിക്കണം. സലീം ഖാനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല.